ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ യാതൊരുവിധ മായവും ചേർക്കാതെ നല്ല ഫ്രഷ് മാങ്ങ ഉപയോഗിച്ച് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ്. പ്രത്യേക മെഷീനുകളോ ബീറ്റർ മെഷീനോ ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലെ മിക്സിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിലും എന്നാൽ കൂടുതൽ ഗുണമേന്മയോടെയും ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. നമ്മളിവിടെ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 4 നല്ല പഴുത്ത മാങ്ങ, മധുരമുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ മാങ്ങയൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പുളി കുറഞ്ഞ മാങ്ങയും അതുപോലെ നാര് കുറവുള്ള മാങ്ങയൊക്കെ എടുക്കണം, എന്നാലേ നമ്മുടെ ഐസ്ക്രീം ഉണ്ടാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിലൊരു ട്രിക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് തൊലി കളയാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ തൊലി കളയുമ്പോൾ നമുക്ക് ഒരുപാട് പൾപ്പ് പോകും. അപ്പോൾ നമുക്കിതിൽ പൾപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ടാക്കുക കേട്ടോ. എന്നിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ പൾപ്പൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ, അടർത്തി കിട്ടുവേ. അപ്പോൾ തൊലി കളയാനുള്ള ടൈമൊന്നും കളയണ്ട, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാതും ഇങ്ങനെ അടർത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് മുഴുവനായിട്ട് തന്നെ അടർത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പൾപ്പ് നല്ല മധുരമുള്ളതാണ് കേട്ടോ. പിന്നെ മാങ്ങേൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിൽ 2 തരം മാങ്ങയുണ്ട്. അപ്പോൾ രണ്ടും 2 കളറിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിക്കാനുള്ളത് തന്നെയാണല്ലോ. ഇനി നമ്മൾ മുഴുവനായിട്ട് ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് നമുക്കൊരു സംഭവം ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് നമുക്ക് 250 ml കപ്പിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് 1 മിനിറ്റോളം ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാണ്ട് കേട്ടോ. കൂടുതൽ നേരം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെഴുതുക കേട്ടോ. നമുക്കപ്പോൾ ആ ക്രീമിൻ്റെ ഒരു സ്ട്രക്ചർ മാറിപ്പോകുകയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 മിനിറ്റോളം അടിച്ചു കൊടുത്താൽ മതി. നിങ്ങളൊന്ന് തുറന്നു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ക്രീമി ആയിട്ട് രൂപത്തിലായാൽ നമുക്ക് ഇതിലോട്ട് നമ്മുടെ പൾപ്പുണ്ടല്ലോ കട്ടാക്കി വെച്ചത്, അതും കൂടി ചേർത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പൾപ്പിന് ഒരു ബോളിലോട്ട് കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഇനി നമുക്ക് 1/2 ടീസ്പൂണോളം വാനില എസെൻസ് ചേർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. അത് മാങ്ങ നല്ല മധുരമുള്ളത് കാരണമാണ് കേട്ടോ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 120 ml കപ്പിന് 1/4 കപ്പോളം നമുക്ക് നന്നായി തണുത്ത പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് ബ്ലെൻഡാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് ഇതുപോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ ഐസ്ക്രീം റെഡിയാകുക. അപ്പോൾ നല്ല തിക്ക് രൂപമാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പാൽ കൂടുതൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി അതുമല്ല നമുക്ക് ലൂസ് രൂപമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി മാങ്ങ ചേർത്തി കൊടുക്കണം കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ മാങ്ങേൻ്റെ പൾപ്പിനനുസരിച്ചിട്ടായിരിക്കും നമുക്കിതിൻ്റെ ഇങ്ങനെ നല്ല തിക്കും ലൂസൊക്കെ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരുള്ളൂ. ഇനി നമുക്ക് ഏത് ട്രേ ആണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അതിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബോക്സിലാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ കട്ടാക്കിയെന്ന് കുറച്ച് മാറ്റി വെച്ചതുണ്ടല്ലോ, അതിന്ന് ഇതുപോലെ 2-3 സ്പൂണോളം ഉണ്ടായാൽ മതി. ഇതിലോട്ട് ചേർത്തി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് ലെവലാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇടയിൽ ഇങ്ങനെ മാങ്ങ പീസുകൾ ഉണ്ടായിരിക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ അത് കഴിക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മാങ്ങ എടുത്ത് വെച്ചില്ലേ, ആ മാങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ചേർത്തി കൊടുക്കാം. ഞാനിവിടെ നല്ല മധുരമുള്ളത് കാരണം ചേർത്തി കൊടുത്തിട്ടില്ല. ഒരു 2-3 ടീസ്പൂണോളം മതി കേട്ടോ. അത് നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഐഡിയ പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാണാനൊരു ടേസ്റ്റിനും രസത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് ഫ്രീസറിൽ 8 മണിക്കൂറോളം നമ്മൾ ഫ്രീസറിൽ ഇരുന്ന് നന്നായിട്ട് നമുക്ക് തണുക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ ഐസ്ക്രീം അടിപൊളിയാകുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഫ്രീസറിൽ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നൈറ്റാണ് എടുത്ത് വെക്കുന്നത്. രാവിലെ ഒരു രാത്രി 10 മണിയൊക്കെ ആയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് 8 മണിയൊക്കെ ആയ ടൈമിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്ത് നോക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അടിപൊളിയായിട്ട് നന്നായിട്ട് ഐസായി വന്നിട്ടുണ്ട്. ഇനി കേട്ടോ സ്കൂപ്പ് ചെയ്തെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മായം ചേർക്കാത്ത നാടൻ മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കണ്ടില്ലേ, മിക്സിയിൽ അടിച്ചെടുത്തതാണെങ്കിലും നല്ല ക്രീമി ആയിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാങ്ങ സീസണൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ മസ്റ്റായിട്ടും ട്രൈ ആക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികൾക്കായിട്ട് ഇറ്റ്സ് മീ യാസി എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയും കൊണ്ട് അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.